തൻ്റെ സഹനത്തിലൂടെ മനുഷ്യപാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക മാത്രമായിരുന്നില്ല യേശു. പാപത്തിൻ്റെ മൂലാധാരങ്ങൾക്ക് മനുഷ്യൻ്റെ മേലുള്ള കടുംപിടുത്തം അവൻ വിടുവിക്കുകയുമായിരുന്നു. ആദി മാതാപിതാക്കളെ പാപത്തിൽ വീഴ്ത്തിയ പഴത്തിൻ്റെ ആകർഷകത്വം 3 കാര്യങ്ങളിലായിരുന്നു: നാവിന് രുചികരവും, കണ്ണിന് സുന്ദരവും, ബുദ്ധിക്ക് അറിവേകാൻ പറ്റിയതും. പാപപ്രേരണകളുടെ 3 മേഖലകളാണവ. പാപങ്ങൾക്ക് മാത്രമല്ല, പാപകരമായ മൂലപ്രകൃതിക്കും തൻ്റെ പീഡാസഹനത്താൽ അവൻ പരിഹാരം ചെയ്തു. ഒരു പാപത്തിനും നമ്മുടെ മേൽ അധികാരമില്ല. എല്ലാ പാപബന്ധനങ്ങളും യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന യോഗ്യതയിൽ പൊട്ടിച്ചെറിയാൻ നമുക്കാകും. ആ രാത്രിയിൽ എല്ലാ നിയമങ്ങളും മുഖം പൊത്തി നിന്നു. പലതരം ശിക്ഷകൾ അവൻ്റെ മേൽ താണ്ഡവമാടി. ചിലർ അവനെ അടിച്ചു, ചിലർ അവനെ തുപ്പി, ചിലർ മുഖം പൊത്തി അവനെ അടിച്ചു. ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ മറ്റൊരു ശിക്ഷയ്ക്കും വിധേയനാക്കാൻ പാടില്ല. അതാണ് യഹൂദ നിയമം. അന്നവർ അതെല്ലാം കാറ്റിൽ പറത്തി. ഒരാൾ കേൾക്കാവുന്ന നിന്ദയുടെ അങ്ങേയറ്റം അവൻ അനുഭവിച്ചു. അവൻ്റെ മനുഷ്യത്വം അവർ ചവിട്ടിയരച്ചു. ഓർക്കണം, നിശബ്ദമായി അവനെല്ലാം സഹിച്ചു. എന്തിനാണെന്നല്ലേ? നീ അപമാനിക്കപ്പെടുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ അവൻ അപമാനം ഏറ്റുവാങ്ങി. ശരീരത്തിൽ ഒരു മുറിവ് പോലും ഏൽക്കുന്നതിന് മുമ്പ് അവൻ്റെ ശരീരം രക്തം ചിന്തി. മുറിവേറ്റ് ചോര ചിന്തിയവനല്ല, ചോരയാൽ മുറിവേറ്റവനാണവൻ. ശരീരം മുറിയും മുമ്പ് ലോകത്തിൻ്റെ പാപഭാരത്താൽ മുറിവേറ്റ ഹൃദയം ചിന്തുന്ന രക്തമാണവൻ്റേത്. ഹൃദയം ചോര പൊടിയുന്ന നിമിഷങ്ങളുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ, പ്രവൃത്തികൾ നിൻ്റെ ഹൃദയം മുറിക്കുമ്പോൾ, പുറമേ മുറിവുകളില്ലെങ്കിലും ഉള്ളിൽ ചോര പൊടിയുമ്പോൾ ഈശോയെ നോക്കണം. അവൻ നിന്നോട് പറയും, ഉള്ളിൽ വേദന നിറയുമ്പോൾ നിൻ്റെ ഹൃദയം എനിക്ക് തരണം, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം.